ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യഥാർത്ഥത്തിൽ അമേരിക്കയെ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അമേരിക്കയെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഗ്രാഫുകൾ, ഡാറ്റ, കാഴ്ചപ്പാടുകൾ എന്ന തലക്കെട്ടിലുള്ള എക്സ്പ്ലെയിനറിൻ്റെ പ്രതിവാര കോളത്തിൽ US താരിഫുകൾ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയും ചൈന പോലുള്ള രാജ്യങ്ങളെയും എങ്ങനെ കൂടുതൽ സ്വാധീനിച്ചുവെന്ന് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യാപാര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി അവരുടെ നേതാക്കൾ അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയതും ഇതുകൊണ്ടായിരിക്കാം. അധികാരമേറ്റതു മുതൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ആപ്തവാക്യമാണ് മുന്നോട്ട് വെച്ചത്. പോരാത്തതിന് ഈ കേന്ദ്ര നയ ഉപാധിയായി തീരുവകളും പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തി. എന്നാൽ അവ കാര്യമായി സഹായിച്ചിട്ടുണ്ടോ ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കയും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് താരിഫുകളും അവ US-ന്റെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ വശങ്ങളിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ചെലുത്തുന്ന സ്വാധീനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്ന യേൽ ബഡ്ജറ്റ് ലാബിൻ്റെ ഗവേഷകരുടെ ഏറ്റവും പുതിയ വിശകലനം പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ട്രംപ് താരിഫുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് US-നെ തന്നെയായിരിക്കുമെന്നാണ്. ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ആഭ്യന്തര സർക്കാർ ഈ സാഹചര്യത്തിൽ US സർക്കാർ സ്വന്തം പൗരന്മാർക്ക് ചുമത്തുന്ന നികുതിയാണ് താരിഫ്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുക എന്ന വ്യാജേന പലപ്പോഴും താരിഫുകൾ ചുമത്താറുണ്ടെങ്കിലും താരിഫ് ഏർപ്പെടുത്തുന്നത് പലപ്പോഴും ആഭ്യന്തര വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് പരമ്പരാഗത സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരാണ് താരിഫ് അടക്കേണ്ടതെന്ന തെറ്റായ ധാരണയിൽ പ്രസിഡന്റ് ട്രംപ് പരമ്പരാഗത ജാഗ്രത പരസ്യമായി ലംഘിച്ചിരിക്കുകയാണ്. താരിഫ് വരുമാനത്തിൽ നിന്ന് ശേഖരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ, ഈ പണത്തിൻ്റെ ഭൂരിഭാഗവും അടിസ്ഥാനമായി നൽകുന്നത് US ഉപഭോക്താക്കളും ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന US കമ്പനികളുമാണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ നയം പ്രവർത്തിക്കുന്നതെന്നതിൻ്റെ തെളിവായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ആദ്യത്തെ വലിയ നിഗമനം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് US-നെ തന്നെയാണ് എന്നുള്ളതാണ് ഈ താരിഫ് വിഷയം. US-ന്റെ യഥാർത്ഥ GDP വളർച്ച 2025-ലും 2026-ലും ഉണ്ടാകുമായിരുന്നതിനേക്കാൾ 0.5 പോയിന്റ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഏതൊരു വർഷവും US GDP താരിഫുകളുടെ പ്രഭാവം ഇല്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്നതിനേക്കാൾ 0.35% പോയിന്റ് കുറവായിരിക്കുമെന്ന് വൈബിൽ കണക്കാക്കുന്നു. ഹാർഡ് മണി കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ US GDP-യുടെ 0.35% ഏകദേശം $105 ബില്യൺ ആണ്. അതായത് പാകിസ്ഥാൻ്റെ മൊത്തം GDP-യുടെ ഏകദേശം 30%. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ അത് 9.3 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് US-ന് വരുത്തിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി മൂലധന ചെലവുകൾക്കായി ഇന്ത്യൻ സർക്കാർ ചെലവഴിക്കുന്ന എല്ലാ പണത്തിനും വളരെ അടുത്താണിത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.